എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത്. അച്ഛൻ അപ്പൊ പറഞ്ഞോ നിങ്ങളോട്? പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നു ബിപിക്കുള്ള ഗുളികയും കഴിച്ചു, പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. എല്ലാം ശിവമയം. ഇത്രയാണ്. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി ഒരു ഒന്നൊന്നര സ്വാമി ആയിപ്പോയി അല്ലേ? പാവം പുള്ളിക്കാരൻ ഇപ്പൊ സമാധിയായി എന്നാണ് പറയണത്. ഇനി മരണസമയത്തെങ്ങാനും അദ്ദേഹം മക്കളെ എനിക്ക് ഇത്തിരി സമാധാനം തരണേ എന്നെങ്ങാണ്ട് പറഞ്ഞതാണോ? ഇനി മക്കൾക്ക് അക്ഷരമെങ്ങാണ്ട് മാറി സമാധി എന്നാക്കിയതാണോ എന്നറിയില്ല. എന്തായാലും അച്ഛന്റെ ആഗ്രഹമല്ലേ സമാധിയാക്കി കളയാമെന്ന് വിചാരിച്ച് മക്കൾ രണ്ടും അച്ഛനെ സമാധിയുമാക്കി, അതും നാട്ടുകാരറിയാതെ. എന്തായാലും മക്കൾ ഈ ഒരു സമാധിയെ എതിർത്താണല്ലോ ഇരുന്നത്. എന്തായാലും ആ സമാധിക്ക് ഒരു അന്ത്യമായിട്ടുണ്ട്. ഈ കല്ലറ പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. അപ്പൊ കളക്ടർ അതിനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറം ലോകത്ത് വരും. എന്തായാലും സനന്തു മോനെ, ഒരുപാട് കള്ളങ്ങൾ നീ പറഞ്ഞു. ആ കള്ളങ്ങൾ ഈ ഒരു കല്ലറ പൊളിച്ച് നിന്റെ അച്ഛന്റെ സമാധി പുറത്തെടുക്കുമ്പോ തന്നെ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാകും മക്കളെ. സമാധി പൊളിക്കണം ആളുണ്ടോന്ന് അറിയണം, അയാളോ അതിനകത്ത് ഉണ്ടോന്ന് അറിയണം. ആളതിൽ നിന്ന് മായായി പോയിട്ടുണ്ടെങ്കിലും മായ എവിടെ പോവാൻ അതിന്റെ പോണേ പോയി നിങ്ങൾ ചേട്ടന്റെ സുഹൃത്താണല്ലോ, സുഹൃത്തും ബന്ധുവാവട്ടെ. ഞാൻ നായരുമാണ്, ജാതി എല്ലാം അടിപ്പട, പക്ഷെ ബന്ധമുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ സമാധിയുടെ മറവിൽ അദ്ദേഹം മറ്റെവിടെയെങ്കിലും കടന്നിരിക്കാമെന്നാണോ? അല്ലെ കടത്തിയിരിക്കാമെന്ന് മകനും അല്ലെ ഭാര്യയും അറിഞ്ഞുകൊണ്ട് സമാധിയുടെ മറവിൽ ആ മനുഷ്യനെ എങ്ങോട്ടെങ്കിലും കുഴപ്പമുണ്ട്. അതെ, അല്ലെങ്കിൽ ജീവനോടെ അതിൽ അടക്കിയിരിക്കാം എന്നാണല്ലേ ചേട്ടൻ പറഞ്ഞത്? ജീവനോടെ അടക്കി അറിയാമല്ലോ. അതെ, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അറിയാൻ. 7 മാസം മുമ്പ് ഇവിടെ വന്നു ഇയാൾ അതിനെത്തി വന്ന ഭാര്യയും മോനും പറഞ്ഞ് അച്ഛന് കണ്ണുള്ളതാണ്. ആ മനുഷ്യൻ എങ്ങനെ ഇവിടെ ഇരുന്നത്? അതാണ് എനിക്ക് കാഴ്ചയില്ലായിരുന്നു, എഴുന്നേറ്റ് നടക്കുവാനും അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ചോദിക്കുന്നേ? അപ്പോൾ ചേട്ടന്റെ ഒരു ഊഹം എന്താണ്? ഇതെങ്ങനെയായിരിക്കും നടന്നിട്ടുള്ളത്? എടുത്തുകൊണ്ട് ഊന്നിയത് ജീവനോടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ജീവനോടല്ല, മനുഷ്യനെ കൊണ്ടാക്കിയിരിക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹതകൾ, എന്തെങ്കിലും സംശയങ്ങൾ അവർക്ക് അറിയാവൂ. എനിക്കറിഞ്ഞൂടല്ലോ. ഞാൻ അവരെ വീട്ടിലെ കിടപ്പു, ഞാൻ എന്റെ വീട്ടിലല്ലേ കിടക്കണേ. പക്ഷെ എന്തെങ്കിലും ദുരുപയോഗമുണ്ട്. എനിക്ക് നേരത്തെ അറിയാം. ഗോപൻ ചേട്ടനെ എനിക്കറിയാം. എനിക്ക് ആ പുള്ളിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയണം. എനിക്ക് ആ ഒരു ആകാംക്ഷയുണ്ട്. അല്ലാതെ സ്വാമി ആയെന്ന് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് നേരിട്ട് കാണാം. കാരണം ഒരാൾ സമാധിയായെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏട്ടാ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം ബന്ധുക്കാരെ അറിയണോ, കുടുംബക്കാരെ അറിയണോ? ഒന്നുമില്ല, വീടിന്റെ അടുത്തുള്ള 2 പേരെങ്കിലും അറിയണോ? ഇതിവിടെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് അവരെല്ലാം ചെയ്തു. പിന്നെ അവർ പോസ്റ്റ് ഒട്ടിച്ച് വന്ന ആളെ ചീത്ത വിളിക്കുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. പറയാനുള്ള ഞാൻ മുഖത്ത് നോക്കി പറയും. എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്. എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞാൽ എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുക. മിക്കവാറും ഇവന്മാർ 2 എണ്ണം നരഹത്യക്ക് അകത്ത് പോവാനാണ് സാധ്യത അല്ലേ? അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം പറയുന്ന കാര്യത്തിൽ ഒരു ബന്ധവും ഇല്ല. എന്തൊക്കെയോ വിളിച്ചു കൂവുന്നു, അത്ര തന്നെ. അതിനു പിന്നാലെ വർഗീയ വിഷം ചീറ്റുന്ന ഈ 2 മക്കളും പിന്നെ ആ സ്വാമിജിയുടെ ഭാര്യ ഉണ്ടല്ലോ, അവർ 3 പേരും ഒറ്റക്കെട്ടായിട്ട് തന്നെ വർഗീയ വിഷം തന്നെ ചീറ്റുകയാണ്. നല്ല ഒന്നൊന്നാന്തരം കളി തന്നെ. ഈ ഒരു കുബുദ്ധി ആരാണാവോ പറഞ്ഞു തന്നത്? അപ്പൊ നമ്മുടെ സനന്തു മോൻ കുറച്ചേറെ കാര്യങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കള്ളത്തരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അന്വേഷണത്തെ ഭയക്കേണ്ട കാര്യം എനിക്കില്ല. ഇതിപ്പോ ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതില് അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം. ഈ മറ്റുള്ളവരെന്തിനാണ് ഈ ഭഗവാൻ ശിവശങ്കരന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത്? അതൊരു മുറിവേൽപ്പിക്കും പോലെയല്ലേ ആയത്? അത് വീട്ടിൽ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു സന്യാസിയാവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്.
ഇതൊന്നും കോടതി അപ്പോ അംഗീകരിച്ചില്ല. കോടതി അംഗീകരിക്കുകയല്ല. അതാണ് അവിടുത്തെ ഞാൻ തീർച്ചയായിട്ടും കോടതിയെ നിയമങ്ങളെ എല്ലാരെയും ഞാൻ മാനിക്കുന്നുണ്ട്. വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത്. ഞാൻ ഇനി പറഞ്ഞു തരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഞങ്ങള് ഫുൾ മീഡിയ ചാനലില് ഞാനും അനുജനും അമ്മയും അവരെല്ലാരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല. അതിനെ എഡിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിൽക്കുന്ന ഓരോ അച്ഛനും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. സർട്ടിഫിക്കറ്റ് ഉണ്ടോ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. എടാ സനന്ത് മോനെ, നിന്നോട് തന്നെയല്ലേ ചോദിക്കുന്നത്. അക്ഷരം മാറിയൊന്നും പോയില്ലല്ലോ. നിന്റെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്നല്ലേ ചോദിക്കുന്നത്, അല്ലാതെ മറ്റു പലതും അല്ലല്ലോ ചോദിക്കുന്നത്. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നീ ആദ്യം കൊടുക്ക്, എന്നിട്ട് ഓരോ കാര്യങ്ങൾ നീ പറയാൻ ശ്രമിക്കുക. അതുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഈ നാടിന്റെ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ? നിങ്ങൾ പൗരനാണ്, ഞാനും പൗരനാണ്. ഇപ്പൊ നാളെ രാവിലെ എന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുക്കില്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛന്റെ മരണമല്ല അത്. എന്റെ അച്ഛൻ്റെ അത് മരണമല്ല, എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ്. ഹിന്ദു അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി. എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാർ ജീവിച്ചിരിക്കുന്ന നാടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചതല്ല. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. ഇവനെന്ത് കാണാപ്പണം പഠിക്കുകയാണോ? എന്റെ അച്ഛൻ മരിച്ചതല്ല അതിന് പോലും ഒരു വ്യക്തതയില്ല. എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് പറ. ഒരു കാര്യം പറയുമ്പോൾ അത് ശരിക്കും അത് പറയേണ്ട രീതി പറയണ്ടേ? അതിന് കാണാതെ കള്ളം പഠിച്ചു വരുന്നതാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പം കാണാപ്പാഠം പഠിക്കുന്നത്, അതായത് ടീച്ചർ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് മറക്കാതെ പഠിച്ചുകൊണ്ട് വരണമല്ലോ. അപ്പൊ അതിന്ന് കാണാതെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിക്കി പറയില്ലേ, സംഭവം അത് തന്നെയാണ്. ടീച്ചറിന്റെ അടിയെ പേടിച്ച് ഇങ്ങനെ കാണാപ്പാഠം പഠിച്ച പിള്ളേരെ കുറിച്ച് നമുക്ക് പറയണ്ടല്ല, നമുക്ക് തന്നെ അതിനുള്ള അനുഭവം ഉണ്ടല്ലേ. കാണാപ്പാഠം പഠിച്ചു വരുമ്പം നമ്മൾ അവിടെ കിടന്ന് വിൽക്കുന്നതും. ഇപ്പോ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാള് ഞാൻ സമാധിയായെന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം, അതിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം 30 വർഷത്തോളം പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. സമാധിയാവട്ടെ മരണമാവട്ടെ ഒരാളെ കാണാനില്ല. ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് എവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതുമായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായെന്ന്. അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ? അതിന് അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതെന്നാണ് കോടതി ചോദിച്ചത്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആള് കാണാനില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ദേ കിടക്കുന്നു. ഇവിടെ നിന്റെ അച്ഛന്റെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്, അല്ലാതെ അയലോക്കത്തിന്റെ അച്ഛനല്ല. നിന്റെ അച്ഛന് നീ എന്ത് ചെയ്തു അതാണ് ഇവിടെ ചോദിക്കുന്നത്, അല്ലാതെ ഈ പരാതി കൊടുത്ത ആളുടെ പേര് പറയാനല്ല ഇവിടെ മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നത്. അതിന് മനസ്സിലാക്കണം. അച്ഛൻ സമാധിയായെന്ന് പോലും. ഈ സമാധിയെക്കുറിച്ച് ഈ മകന് വല്ലത് അറിയാമോ? എനിക്ക് തന്നെ ഡൗട്ടാണ്. കാരണം ഒരു പുണ്ണാക്കും അറിയാതെയാണ് പല കാര്യങ്ങളിരുന്ന് വിളിച്ചു പറയുന്നത്. സമാധിയെക്കുറിച്ച്, അതായത് സ്വന്തം അച്ഛനെ സമാധിയാക്കിയ ഒരു വ്യക്തി പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. അവർ പറയുന്നുണ്ട് അവരുടെ അച്ഛനെ സമാധി ഇരുത്തിയിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് അവർ ആ സമാധി ഇരുത്തി എന്നുള്ള കാര്യം ഒന്ന് നോക്കിയേ. സമാധി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രോബ്ലം വന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കണം. സമാധി ആണെങ്കിൽ സമാധി അവർ ചെയ്തിട്ട് സമാധിയായ ഒരാളിനെ സമാധിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, സമാധിയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കേണ്ട കടമയുണ്ട്. അത് കാണിക്കാതിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്റെ ഫാദറിനെ ഇരുത്തിയിരിക്കുന്ന സമാധിയിലാണ്. സമാധി കഴിഞ്ഞിട്ട് 2 വർഷമായി. അത് തുളസിയില, കൂവളത്തിന്റെ ഇല, ഭസ്മം, ചാമ്പൽ ഇതെല്ലാം ചേർത്തിട്ട് 5 അടി നീളവും വീതിയുള്ള ഒരു കുഴിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അതിനകത്ത് എന്റെ അച്ഛനെ ഇരുത്തിയിരിക്കുന്നത്. ഈ യഥാർത്ഥം എന്തിനാണ് ഈ സമാധി ഇരുത്തുന്നത്? അപ്പൊ പുള്ളി മരിച്ചതാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ പോലീസ് വന്ന് അന്വേഷിച്ചിട്ടും അവര് പറയുന്നില്ല. അതായത് ഇപ്പൊ തുറന്ന് കാണിക്കാനോ ഒന്നും റെഡിയല്ല. അപ്പൊ എന്തൊക്കെ മറക്കുന്നത് പോലെ തോന്നുന്നു. സമാധി എന്ന് പറയുമ്പോൾ ഒരു പൂജാരി ക്ഷേത്രത്തിലെ പൂജ ചെയ്ത് വന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സിദ്ധവേദം അഭ്യസിച്ചിട്ട് അതിന്റെ മഹത്വത്തിൽ ജീവിച്ച ഒരാൾ പ്രാണായാമം ചെയ്ത് ആണ് സമാധിയിലേക്ക് പോകുന്നത്.
അപ്പൊ എന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ 91 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സമാധി ആവുന്നതിന് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പേ അച്ഛൻ ഈ വയസ്സായ പ്രായാധിക്യം വരുന്ന സമയത്ത് അച്ഛൻ ഞങ്ങൾ അറിയിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ ഞാൻ മരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ സമാധി എന്നുള്ള രീതിയിലാക്കുക, എന്നെ കുഴിച്ചിടാനോ ദയിപ്പിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാണ്ട് എന്നെ സമാധിയിൽ ഇരുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛൻ ഇരുന്ന കണ്ണടഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇരുത്തി. ഞങ്ങൾ പിന്നെ എല്ലാ കർമ്മങ്ങളോടുകൂടി ആശ്രമത്തിൽ നിന്ന് പൂജാരികൾ അതിന്റെ ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വന്നിട്ട് ആണ് അച്ഛനെ സമാധിയിലേക്ക് ഇരുത്തിയത്. 2 വർഷം കഴിഞ്ഞു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവർ പറയുന്ന പ്രകാരം ഈ ചേട്ടൻ, അതായത് ഈ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ആള് ഈ പ്രസിഡന്റ് ഗുളിക കുടിച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നേരിട്ട് പോയി സമാധിയിരിക്കണം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഒരാൾ കിടന്ന ഒരു വ്യക്തി ഇൻസുലിനൊക്കെ എടുത്തിട്ടും ഇങ്ങനെ മെഡിസിനൊക്കെ ഉപയോഗിച്ച ഒരു വ്യക്തി ഒരിക്കലും പോയി ഇരുന്ന സമാധിയിലാവില്ല. അങ്ങനെയാണ് അവർ കുടുംബം പറയുന്നത്. അങ്ങനെ ആകില്ല. നാട്ടുകാരെ എന്നൊരു രീതിയിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതോ സമാധി തന്നെയാണ്? സമാധി എന്ന് പറയാൻ പറ്റില്ല, സംശയമാണ്. അത് ഓപ്പണാക്കി കാണട്ടെ, ഓപ്പണാക്കി കൊടുക്കട്ടെ. അവരെ ഓപ്പണാക്കാനുള്ള സന്മനസ് അവർ കാട്ടണം, ആ വീട്ടുകാർ സമ്മതിക്കണം. കണ്ടോ, ഇവിടെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആ ഒരു പുള്ളിക്കാരത്തെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇവര് പറയുന്ന കാര്യങ്ങളും ഈ ഒരു സനന്തു മോൻ പറയുന്ന കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും കൺഫേം ആണ്, അച്ഛനെ ഒരു കല്ലറയിൽ കൊണ്ട് ഇരുത്തി. നരഹത്യ എന്ന് വേണമെങ്കിൽ പറയല്ലേ, നരബലിയാണോ നടന്നത് എന്ന് അറിയില്ല. കാരണം രാത്രിയിലൊക്കെ പൂജ നടക്കുന്നു എന്നൊക്കെ ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ സംശയമില്ലാതെ ഇല്ല. എന്തായാലും ഈ ഒരു കല്ലറ പൊളിക്കുമ്പോൾ സത്യാവസ്ഥ പുറത്തു വരും. അപ്പൊ ബാക്കി നമ്മുടെ സനന്തു മോന്റെ കോമഡി സ്കിറ്റ് കാണണ്ടേ? ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ ഈ ഒരു സ്കിറ്റ് കേൾക്കാൻ തന്നെ. എന്തായാലും നമുക്കത് കേട്ടു നോക്കാം. പേരെന്താ? അതാണ് ഗോപൻ സ്വാമി. നൽകിയ പരാതിയാണ്. പരാതി അവിടെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. തിരിച്ചു വേറെ പരാതി എല്ലാം വിട്ടേക്കാം. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ, ഈ പരാതി നൽകിയത് ആരാ? ഞാൻ അതാ ചോദിച്ചത്. ഞാൻ അതാ ചോദിച്ചത്. ഈ ഹിന്ദുത്വത്തെ ഈ ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ മിസ്സിംഗ് ആണ്. ഇനി ഇവനോട് പരാതി കൊടുത്തവൻ ആരാണെന്ന് പറയണം. അത് പ്രത്യേകിച്ച് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ ഇവൻ എപ്പോഴും ഒരു വർഗീയത കൊണ്ടുവരുന്ന കണ്ടില്ലേ? വർഗീയ വിഷം തന്നെ ചീറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് അല്ലെ? ഇനി പരാതി കൊടുത്തത് ആരാണെന്ന് ഇനി ഇവനോട് പറഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്തു എന്ന് ഇവ പറയുള്ളൂ. ഇനി പരാതി കൊടുത്തത് ആരെന്ന് ഈ മാധ്യമ പ്രവർത്തകർ അവരോട് പറയണം. എന്നാലേ മോൻ വാതുറക്കോളൂന്ന്. അച്ഛനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ മോൻ പറയുന്ന കാര്യങ്ങളുണ്ടോ ഓരോന്നും അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുന്നേ. പക്ഷെ പുള്ളിക്കാരൻ ഇതിലങ്ങ് തോറ്റു പോയേട്ടാ. അത് എങ്ങനെ അവതരിപ്പിക്കണമെന്നും ഈ ഒരു കള്ളം എങ്ങനെ ഫലിപ്പിച്ചെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഗ്രാഹ്യം കുറവാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കറക്റ്റായിട്ടുള്ള മാനേജ്മെന്റ് ഒന്നും ഈ ഒരു കുടുംബത്തിനുണ്ടായിരുന്നില്ല. എങ്ങനെ ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യമൊന്നും ഈ ഒരു കുടുംബത്തിന് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഒരു ക്ലാസ് എടുക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം പെട്ടെന്നായിരുന്നില്ലേ സമാധിയും പോസ്റ്റർ എടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം. ചേട്ടാ, ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധി ആയതാണ്, ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ? ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ്. മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ടോ? നിങ്ങളുടെ ഭാഷയിൽ അത് സമാധി ആയിക്കോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ്? അതാണ് ചോദ്യം. അവിടെ ഇരിക്കുന്നത് പെട്ടുപോയി മോനെ പെട്ട്. മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ് എന്ത് മറുപടി പറയുന്നു. പക്ഷെ പുള്ളിക്കാരനാണ് അടുത്ത് ഇതിനെ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കിയേ. നല്ല കോമഡിയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്നും 24 നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു. അതില് ഇപ്പൊ ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂളുണ്ട്, സ്കാനറില്ലേ, അതിൽ വെച്ച് ചെക്ക് ചെയ്തോടെ അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റൂല. തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റൂല. ബോഡി ഉണ്ടോ എന്ന് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ? എനിക്കത് ഫുള്ളായിട്ട് ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. മരണ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ, ഏഷ്യാനെറ്റും റിപ്പോർട്ടറിനും 24 ന്യൂസിൽ നിന്നൊക്കെ ഇന്റർവ്യൂവിന് വന്നത് എന്ത് ചോദിക്കുന്നു എന്ത് മറുപടി പറയുന്നു. എന്നിട്ട് അടുത്തൊരു മറുപടി പറഞ്ഞു കേട്ടോ, ബോഡിയൊക്കെ നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റൂലേ. അതിന് ഇവൻ പറഞ്ഞിട്ടാണ് അറിയേണ്ടത് സ്കാൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതിനുശേഷം പറഞ്ഞതല്ലേ കോടതി വിധിയൊന്നും മാനിക്കുന്നില്ല. കോടതി ഇവിടെ പുച്ഛിച്ച് തള്ളിയാലേ ഇവനിവിടെ ജീവിക്കാൻ പറ്റുമോ? നിയമമൊക്കെ ഇവിടെ വെറുതെ കണ്ടു നിൽക്കാനുള്ള സംഭവമാണോ? വീട്ടിൽ വന്ന് തൂക്കിയെടുക്കും. അന്വേഷണമായി തുടർന്ന് സഹകരിക്കില്ല. അവരന്വേഷിക്കട്ടെ. അന്വേഷണത്തിന് അവരന്വേഷിക്കട്ടെ. സമാധി പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ല. ഇനി
അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ പോലീസ്. ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അത് എത്രയോ വർഷപ്പെട്ടുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആ പൂജാരിക്ക് ആ പൂജാരി എവിടെയെന്നുള്ളതാണ്. അതെ, അത് തന്നെയാണ് ചോദിക്കുന്നത്, ആ പൂജാരി എവിടെയെന്ന്. മോൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേൾക്കുന്നതിനെന്തോ ഇനി ചെവി പൊട്ടനാണോ എന്നറിയില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി മോൻ കൊടുക്കുന്നില്ല. എന്തായാലും പൂജാരി എവിടെ അല്ലെങ്കിൽ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്ക് ABCD ചോദിക്കുമ്പോഴത്തേക്ക് കാക്കാക്കിക്ക് കുക്കു എന്നാണ് പറയണത്. ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ മക്കളായ 2 മക്കളും പറയുന്നിട്ടുണ്ട്, അമ്മയും പറയുന്നുണ്ട്. ചേട്ടാ, ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ ആഗ്രഹം മക്കൾ നിറവേറ്റി പൂർത്തീകരിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത്. അതിലാണ് അവിടെയാണ് ചോദിച്ചില്ല. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സമാധി ആവണ ദിവസം നിങ്ങൾ തന്നെയാണ് എന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ 2 പേര് മാത്രം മതി. എന്റെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇല്ല, ഞാനിവിടെ ഇല്ല. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിവേ, കോടതിയുടെ ഡിസിഷൻ ലാ ആൻഡ് ഓർഡറിൽ വരുന്നതാണ്. അപ്പൊ അവർക്ക് ആ ഒരു തീരുമാനവുമായിട്ട് പോലീസിന് മുന്നോട്ട് പോവേണ്ടി വരും. അപ്പൊ അതിനോട് എന്ത് പറയുന്നു പ്രതികരണം? എന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളിന്റെ പേരിന് കേസ് നടപടി എടുക്കണം. അല്ല, ഇവ എന്തോന്ന് മനുഷ്യരെ പൊട്ടന്മാരാക്കുന്നതാണോ? അത് പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? അത് പൊട്ടനാണോ? ജന്മനാ പൊട്ടനാണോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ. പൊട്ടത്തരങ്ങൾ വിളിച്ചു പോകുന്നത് തന്നെ. തെരാ നാം ക്യാ ഹേ എന്ന് ചോദിക്കുമ്പോൾ മുझे ഹിന്ദി മാലൂം നഹി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മോൻ പറയുന്ന കേട്ടില്ലേ, പരാതിക്കാരനെതിരെ കേസ് കൊടുക്കണമെന്ന്. ഓക്കെ, ഇനി അവൻ പറഞ്ഞിട്ട് വേണം പരാതിക്കാരനെ കേസ് കൊടുക്കാൻ. അപ്പൊ നാളെ മുതൽ ഇവന്റെ വാക്ക് കേട്ട് പോലീസ് അവനെതിരെ കേസ് എടുക്കാൻ പോവുകയാണ്. ആര്? അച്ഛനെ കാണുവാനല്ല, മാൻ മിസ്സിങ്ങിന് കേസ് കൊടുത്ത ഒരു വ്യക്തിയില്ലേ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് നാട്ടുകാർ വിളിച്ച് സ്റ്റേഷനിൽ കുറെ പേര് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ, ആ ഡേറ്റിന്റെ ടൈം, ഇത് എടുക്കണം. അപ്പോൾ ഇത് ആരാണ് കംപ്ലൈന്റ് ചെയ്തെന്ന് അറിയാൻ പറ്റും. ഇത് പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച ആളിന്റെ ഫോൺ നമ്പർ ഇതാരാണ്? കേട്ടല്ലോ പോലീസ് ഏമാനെ. CBI നമ്മുടെ മമ്മൂട്ടി സാറൊക്കെ ഇവനെ എടുത്ത് CBIയിലോട്ട് എടുക്കണം. നേരറിയൽ CBI. പുള്ളിക്കാരൻ പറയുന്നത് ഭയങ്കര ബുദ്ധി തന്നെ കേട്ടാ. ആർക്കൊക്കെ എതിരെ കേസ് എടുക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് ഇവിടെ നമ്മളെ സനന്ത് മോൻ പറയുന്നുണ്ട്. അപ്പൊ പോലീസുകാരെ ഇതുപോലെ പ്രവർത്തിച്ചോ, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തുമ്പ് കിട്ടത്തില്ല കേട്ടോ എന്ന് പുള്ളി സെർച്ച് ചെയ്യട്ടെ. അല്ല, അതിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഹിന്ദു ആചാര്യം അനുസരിച്ച് എന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം എന്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി. അപ്പോ ഇത് ആർക്കാണ് ഇത്ര ഈ ക്ഷേത്രത്തോട് എന്താ പറയാ ഈ ക്ഷേത്രത്തെ വ്രണപ്പെടുത്താനായിട്ട് ഇത് ആർക്കാണ് ആഗ്രഹം? ഈ മരണം അറിയാത്ത നിങ്ങളുടെ അയൽവാസിയല്ലേ ഇത് കൊടുത്തത്? ഈ സംഭവം അറിയാത്ത നിങ്ങളുടെ തൊട്ട് മേലുള്ള അയൽവാസി വിശ്വംഭരനാണല്ലോ ഈ പരാതി കൊടുത്തത്. അതെ. വിശ്വംഭരെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വംഭരെ ഇപ്പൊ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി ചോദിച്ചു. അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹിന്ദുക്കളെ വലിച്ചിഴിച്ചിട്ട് അടുത്ത വിശ്വംഭരന്റെ പേര് അയൽക്കാരനെ വിശ്വംഭരനാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇത്രയും നേരം മുസ്ലിങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത് അല്ലേ, മുസ്ലിങ്ങളാണ് ഇതിനെതിരെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം വർഗീയം വരച്ചു. ഇപ്പൊ പരാതി കൊടുത്തത് ഒരു സ്വന്തം മതത്തിലുള്ള ആളാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അടുത്ത പ്ലേറ്റ് മാറിയിട്ട് ഇനി അവന്റെ ശത്രുതയെ കുറിച്ച് പറയണേ. ഇവന്റെ ശത്രുക്കളുടെ കാര്യമൊക്കെ നമ്മളെന്തിനാ അറിയുന്നത്? അവന് വല്ല സംരക്ഷണം കൊടുക്കാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇനി വിശ്വംഭരന്റെ ശത്രു എടാ, നിന്നോട് ഇവിടെ അച്ഛനെ എന്ത് ചെയ്തു എന്നാണ് പച്ച മലയാളത്തിലാണ് ചോദിക്കുന്നത്. അല്ലാതെ തമിഴ് ഭാഷയിലോ ഹിന്ദി ഭാഷയിലോ തെലുങ്കോ കന്നഡ തുളുവോ ഒടിയോ ഇതൊന്നും അല്ല ഭാഷ ചോദിക്കുന്നത്. പച്ച മലയാളത്തിൽ ചോദിക്കുകയില്ലേ, നിന്റെ അച്ഛനെ നീ എന്ത് ചെയ്തു, എന്താണ് ചെയ്തതെന്നാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർ കുറെ നേരം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മറുപടി നീ കൊടുത്തോ? കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നു. ഈ അച്ഛൻ സമാധിയായതിന്റെ പടമോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വീഡിയോയോ? കാരണം നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതലയാണ്. നിങ്ങളെയാണ് ഇപ്പൊ സംശയത്തിന്റെ തലയിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആള് തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ് പറയുന്നത്. ഇവിടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ
അതിന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ഫോട്ടോയോ ദൃശ്യമോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? ആധുനിക കാലമാണല്ലോ നിങ്ങളുടെ അതിന് അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോ ഇങ്ങനെ അതിനെ പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഓർത്തിട്ടുമില്ല, അങ്ങനെ എടുത്തു വെക്കണം. കാര്യം ഒരച്ഛനെ നമ്മളെ വിട്ട് ഇങ്ങനെ ഭഗവാനില് ലയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ പൂജാ കർമ്മങ്ങളും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഓർക്ക വരില്ല. അതെ ഒന്ന് ആലോചിക്കണം. ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജാ കർമ്മങ്ങൾക്കിടയിലും ഒരാളെ പോലും അറിയിക്കാതിരുന്നത് എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ സമാധി ആകുന്ന സമയം 2 മക്കൾ തന്നെയാണ് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് അച്ഛൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ ഞങ്ങൾ കർമ്മം ചെയ്തിട്ടുള്ളത്. മറ്റാരും അറിയിക്കരുതെന്ന് പറഞ്ഞോ? സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സമാധി അറിയിക്കരുത്. താങ്കൾ പറഞ്ഞു ഹിന്ദു ഐക്യവേദി കൂടിയുണ്ട്. ഹിന്ദു ഐക്യവേദി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. അതാണ്. അപ്പോൾ അവര് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞുതരാം. ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ ഞങ്ങളോട് അവർ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങളടുത്ത് ശരിയും തെറ്റും അവര് നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കും. ഹിന്ദു ഐക്യവേദി, ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട്. അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതായത് കോടതി എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് പോട്ടെ. ഇല്ല, അങ്ങനെ ഒരിക്കലും അവര് പറയില്ല. ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ തന്നെയാണ്. വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ഔദ്യോഗികമായി. ഇല്ല, അങ്ങനെ ആയിട്ട് വരാനുണ്ട്. നിങ്ങൾ മാറ്റി പറയുന്ന നേരത്തെ ഹിന്ദു സമാജവാദിയൊക്കെ ഇവരോടൊപ്പം ആയിരുന്നു. അന്ന് കല്ലറ പൊളിക്കാൻ വേണ്ടി പോലീസ് വന്ന സമയത്ത് അവരൊക്കെ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെയായിരുന്നു. അതിന് അവർക്കും സമാധി എന്ന് പറയുമ്പോൾ അവരുടെ ഹിന്ദു മതത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അവർ എതിർത്തിരുന്നു. ഇപ്പം അവരെല്ലാം നേരെ നിയമം എങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പൊ എന്തായാലും സനന്തു മോൻ ഒറ്റയ്ക്ക് ആയിട്ടുണ്ട്. എന്തായാലും മോനെ, ഈ ഒരു കല്ലറ പൊളിച്ച് വെളിയിൽ വരുന്ന സത്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ അല്ല എങ്കിൽ നീയൊക്കെ കുടുങ്ങും. നീയും നിന്റെ കുടുംബവും മൊത്തം കുടുങ്ങും. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവന്റെ അമ്മയും അതുപോലെ തന്നെ അനിയന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. ഭാര്യ തന്നെ. ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. അത് സാധാരണ ഇവരുടെ ഒരു അടുത്ത തന്ത്രമാണല്ലേ. എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു അടുത്ത രക്ഷാമാർഗം എന്ന് പറയുന്നത് ഈ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആവുക എന്നുള്ളത്, വയ്യാണ്ടാവുക എന്ന് പറയും. പിന്നെ കുറച്ച് ദിവസം ഈ ഒരു കേസ് അങ്ങനെ പോകുമല്ലോ. എന്തായാലും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം ഇവർക്കറിയാം അല്ലേ. ഇവരുടെ പറയുന്ന കാര്യത്തിൽ 1% പോലും ശരിയായിട്ടുള്ള കാര്യങ്ങളില്ല. പറയണ മൊത്തവും ഉടായ്പും കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 4-5 ദിവസമായി ഈ ഒരു ഗോപൻ സ്വാമിയുടെ കേസ് ഇങ്ങനെ ചുരുളഴിയാതെ നിൽക്കുവാണ്. എന്തായാലും ഈ ഒരു കല്ലറ പൊളിച്ച് വെളിയിറങ്ങുമ്പോൾ മക്കളെ, നിങ്ങളുടെ കാര്യം അധോഗതി തന്നെയാണ്. എന്തായാലും ഈ നിയമം അല്ലെങ്കിൽ ജനങ്ങളൊന്നും വിഡ്ഢികളല്ല എന്ന് ഇവർ മനസ്സിലാക്കും. എന്തുദ്ദേശമാണ് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിക്കൊണ്ട് ഇറങ്ങി വന്നതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അവരോ പൊട്ടന്മാരാണെന്നാണ് വിചാരിച്ചത്, അതുപോലെ മറ്റുള്ളവരും പൊട്ടന്മാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം പുറത്തോട്ടൊന്നും വന്നില്ലേ. ശരിക്കും ഇതിനൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവാണോ എന്ന് അറിയില്ല. ഈ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത്. ഇവരെ പിടിച്ച് നേരെ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടിട്ടാൽ മതിയായിരുന്നു. ഇവർക്ക് പറ്റിയത് അവിടെ തന്നെയാണ്. ഈ കേരളം ഒന്നും ഇവർക്ക് പറ്റിയതൊന്നും അല്ല. കേരളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ മന്ദബുദ്ധി കാര്യങ്ങളും കൊണ്ട് വന്നിട്ട് അത് ജനങ്ങൾ അപ്പാടെ വിശ്വസിക്കും എന്ന് വിശ്വസിച്ച ഇവന്മാര് ഒരു മഹാമന്ദബുദ്ധികൾ എന്ന് പറയും. മഹാമന്ദബുദ്ധികളാണോ ഇനി ബോണ്ടായിട്ടുള്ള ക്രിമിനൽസ് ആണോ എന്നും അറിയില്ല. കാരണം രാത്രിയിലൊക്കെയുള്ള പൂജകളാണ്. ശരിക്കും ഈ ഒരു കല്ലറ പൊളിച്ചു വരുമ്പോൾ എന്തൊക്കെ ദുരൂഹത ഇതിന് പിന്നിലുണ്ടോ അത് ഓരോന്നായിട്ട് തന്നെ പുറത്തു വരും.